ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മളൊരു വെബ് ഡെവലപ്പേഴ്സാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ ബേസിക് മുതൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഫുള്ള് നമ്മളെ സ്വന്തം കോഡായിരിക്കണം. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് എഴുതി വയ്ക്കുക. ഇപ്പോൾ ChatGPTയും DeepSeekയൊക്കെ ഉള്ള കാരണം നിങ്ങൾക്ക് ഒരുപാട് കണ്ടൻറ്റുകൾ കിട്ടും. പക്ഷേ അയച്ചിട്ട് കണ്ടമാനം വലിച്ചു വരയിലിടാതെ വളരെ കുറച്ച് കാര്യം ക്രിസ്പി ആയിട്ട് ഉള്ള കാര്യങ്ങൾ മാക്സിമം അവനാൻ്റെ വേർഡിങ്സ് തന്നെ വെക്കാൻ ഉപയോഗിക്കുക കണ്ടൻറ്റ്. പിന്നെ നമ്മളെ ടെക്നിക്കലായിട്ട് വരുമ്പോൾ നമ്മളെ പഠിച്ച ടെക്നോളജീസൊക്കെ അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറയുക ചില മേൺ സ്റ്റാക്സ് പഠിക്കുന്നുണ്ടെങ്കിൽ റിയാക്റ്റ്, അതുപോലെ Node.js, എക്സ്പ്രസ്, ഇതൊക്കെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. പിന്നെ നമുക്ക് അറിയാവുന്ന ടെക്നോളജീസൊക്കെ കാണിക്കുക. ഇനി ഏതെങ്കിലും കുറച്ചറിയാം അല്ലെങ്കിൽ അറിയില്ല എന്നാലും ചുമ്മാ വെക്കാന്നുള്ള രീതിയിൽ ആ രീതിയിൽ ചെയ്യരുത്. നമുക്ക് അറിയില്ല അല്ലെങ്കിൽ കുറച്ചേ അറിയുള്ളൂ, അത് പോർട്ട്ഫോളിയോന്ന് മാക്സിമം ഒഴിവാക്കുക നല്ലത്. കാരണം അത് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ഈ പോർട്ട്ഫോളിയോ കണ്ടിട്ടാണോ നമ്മളെ ജോലിക്ക് വിളിക്കുക, അപ്പോൾ അതൊക്കെ ഒരു മിസ്ലീഡിങ്ങിന് വരും. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം വെക്കുക, അതുള്ളത് കുറച്ച് വെക്കുക. പിന്നെ നമ്മളെ ഹോബീസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഇവർക്ക് നമ്മളെ ഈ പോർട്ട്ഫോളിയോ കാണുമ്പോൾ തന്നെ നമ്മളെ HR അല്ലെങ്കിൽ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് നമ്മളോടൊരു ബന്ധം വരാൻ സാധ്യതയുണ്ട്, ഒരു യുണീക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ പോർട്ട്ഫോളിയോ അത്യാവശ്യം ക്ലീൻ ആവും. പിന്നെ കാണാൻ നല്ല വൃത്തിയിലുള്ള ഒന്നുണ്ടാക്കുക, കളറും കാര്യങ്ങളും, നല്ല കളറും നല്ല ഫോണ്ടൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയിലൊന്നുണ്ടാക്കുക.